മെഷീൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് സെൻറ്ററിങ് ലെവലിങ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ലെവൽ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഇത് നേരെ സർവേയിൽ വരിക. സർവേയിൽ വന്നിട്ട് ഇവിടെ നമുക്ക് താഴെ എഴുതുന്നുണ്ടാവും. ഇവിടെയാണ് നമുക്ക് ലെവലിൻ്റെ ഹൈറ്റ് വരുന്നത്. നമുക്ക് എവിടെയാണ് ഡിസ്റ്റ് അടിക്കുന്നത് അവിടെ നിന്ന് ലെവൽ ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ ഇതായി വാളിൽ നമുക്കൊരു ലെവലുണ്ട്. ഇവിടെ ഈ കാണുന്ന ലെവലാണ് ഈ ഒരു ബ്ലാക്ക് ലൈൻ കാണുന്നത്. ഈ ലെവലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ആ വാളിലേക്ക് ഇടാൻ പോകുന്നത്. പുറകിൽ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാത്തൊരു വാളുണ്ടോ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ നമ്മളൊരു ഇതിനെ ഫോക്കസ് ചെയ്യുക. കറക്റ്റ് ആ ലൈൻ ഫോക്കസ് ചെയ്തതിന് ശേഷം ഒന്ന് ഡിസ്റ്റ് അടിക്കുക. ഡിസ്റ്റ് അടിച്ച് നേരെ ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലേ ഹൈറ്റ് 1.0207 കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു 1 മീറ്റർ ആക്കി കൊടുക്കുക. അതായത് ഇവിടുത്തെ ഈ മാർക്കിംഗ് കിടക്കുന്നത് FFL നിന്ന് 1 മീറ്റർ ഹൈറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ FFL 1 മീറ്റർ ഹൈറ്റിലാക്കി നമുക്ക് ഹൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഈ ഒരു സെയിം ഹൈറ്റ് ഇത് ഇപ്പം 1.0207 അല്ലേ. അപ്പോൾ ഇതിനെ നമ്മുടെ പ്രിസത്തിൻ്റെ ഹൈറ്റ് 0.0207 കൊടുത്താൽ മതി. 0.0207 അത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് താഴെ നോക്കുമ്പോൾ എന്നിട്ട് നമുക്കിവിടെ ഹൈറ്റ് ഇപ്പം 1 മീറ്ററായി. ഒന്നുകൂടെ ചെക്ക് ചെയ്യാനായിട്ട് ഡിസ്റ്റ് അടിക്കുക. ഇപ്പോൾ 1 മീറ്റർ ഹൈറ്റായി. ഇനിയിപ്പം നമുക്കിപ്പോൾ പ്ലാസ്റ്റർ ചെയ്യാതെ ഇപ്പോഴത്തെ വാളിലേക്ക് ഫോക്കസ് ചെയ്യുക. അവിടെ നിന്ന് ഡിസ്റ്റ് അടിക്കുക. ഡിസ്റ്റ് അടിക്കുമ്പോൾ അവിടെ ഇപ്പോൾ വരുന്ന ലെവൽ എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഇത് ഞാൻ നോൺ പ്രസ് മോഡിൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ അത് നമ്മൾ ഹൈറ്റ് കൂട്ടി 1 മീറ്ററിൽ കൊടുക്കുക. അപ്പോൾ അത് 1 മീറ്ററിന് മുകളിലായിപ്പോയി. അപ്പം നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ പ്രിസത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ 4 മില്ലി മൈക്രോ മില്ലിയാണ് വന്നേക്കുന്നത്. ആ മൈക്രോ മില്ലി കൂടെ 0 ആക്കി കൊടുക്കാം. ഇതാ അപ്പോൾ നമ്മൾ ഈ ഒരു വാളിൽ ഇപ്പം ജസ്റ്റ് അടിച്ച് നോക്കിയാൽ 0.0ൽ 1 മീറ്റർ ഹൈറ്റ് ചെക്ക് ചെയ്ത് ഇനി ആ പോയിൻ്റ് എവിടെയാണോ വരുന്നത് അത് അവിടെ മാർക്ക് ചെയ്താൽ മാത്രം മതി.